ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് വ്ലോഗാണ്. അപ്പോൾ ഞാൻ മെട്രോയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആലുവയിൽ നിന്ന് എടപ്പള്ളിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ മെട്രോയിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോകുന്നത്. നോർമലി ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ അമ്മയും കൂടെ ഉണ്ടാവും. പക്ഷേ ഇന്ന് അമ്മ കൂടെയില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഞാൻ എടപ്പള്ളിയിലെത്തി ദേ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിടിലൻ വെയിലുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി വെയിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്തു. ഓട്ടോ എടുത്തിട്ട് നേരെ ദേ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഒബ്രോൺ മോളിൻ്റെ തൊട്ടടുത്തുള്ള കല്ലറയ്ക്കൽ ലേഡീസ് കളക്ഷനിലേക്കാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ടൊന്നുമല്ല വരുന്നത്, ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ രണ്ട് സൈഡായിട്ട് ഒരുപാട് കോസ്മെറ്റിക്സിൻ്റെ കളക്ഷനാണ്. അപ്പോൾ ഏത് ബ്രാൻഡ് വേണമെന്ന് പറഞ്ഞാൽ മതി, എല്ലാം തന്നെ അവിടെ അവൈലബിൾ ആണ്. പിന്നീട് നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓർണമെൻറ്റ് സെഷൻ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് കാണാം. അപ്പം ഞാൻ ആദ്യം പോയത് ബാംഗിളിൻ്റെ സെഷനിലേക്കാണ്. ഇവിടുത്തെ ബാംഗിൾസിൻ്റെ കാര്യം എടുത്തു പറയണം. നമ്മളിനി ഏത് കളർ ഡ്രസ്സിൻ്റെ മാച്ചിങ്ങിന് ബാംഗിൾസ് നോക്കിയാലും അത് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എത്ര റെയർ ആയിട്ടുള്ള കളറാണെങ്കിലും നമുക്ക് എവിടുന്നെങ്കിലും തപ്പിപ്പിടിച്ചത് സെറ്റായി കിട്ടും കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ ബാംഗിൾസിൻ്റെ കളക്ഷൻ. അപ്പോൾ ബാംഗിൾസിൽ തന്നെ സ്റ്റോൺ ബാംഗിൾസിൻ്റെയൊക്കെ പ്രത്യേകം സെഷൻസ് ഉണ്ട്. പിന്നീട് ഞാൻ കമ്മലിൻ്റെ ഏരിയയിലേക്കാണ് വന്നത്. കമ്മലിൻ്റെ കാര്യം ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ ജുമുക്കയായാലും അല്ലെങ്കിൽ ഡെയിലി വിയേഴ്സിനുള്ള കമ്മലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ആൻറ്റീക്ക് ആയിട്ടുള്ള കമ്മലുകളാണെങ്കിലും വെസ്റ്റേൺ കമ്മലാണെങ്കിൽ എല്ലാം ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ളത് എല്ലാം തന്നെ ഒരുപാട് വെറൈറ്റി ഡിഫറെൻറ്റ് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ വന്ന ടൈമിലും ഇതുപോലെ തന്നെയായിരുന്നു ഇവിടെ. പിന്നെ ഈ കമ്മലൊക്കെ നമുക്ക് ജസ്റ്റ് 50 റുപ്പീസ് തൊട്ട് സ്റ്റാർട്ടിങ് റേറ്റും ഉണ്ട് ഇവിടെ. പിന്നെ ഏറ്റവും വില കൂടിയ കമ്മലുകളും ഉണ്ട്. അപ്പോൾ ഓണം ആയതുകൊണ്ട് ഞാൻ കുറച്ചൊന്നൊരു ട്രഡീഷണൽ സ്ഥലത്തേക്കാണ് ഞാനൊന്ന് അധികം ഫോക്കസ് ചെയ്തത്. കാരണം ഓണത്തിന് നമ്മുടെ സെറ്റ് സാരിയൊക്കെ കൊടുക്കുമ്പോൾ നല്ല കമ്മലൊക്കെ ഇടണമല്ലോ. അങ്ങനെ അത് നോക്കാനായിട്ടാണ് ഞാൻ 1-2 ജിമുക്കയൊക്കെ ഞാൻ നോക്കി. ഇതൊക്കെ ഒരു 350 റേഞ്ചിലൊക്കെ വരുന്ന ജിമുക്കയാണ് കേട്ടോ. ഇതൊക്കെ ഒരു 550 ആ റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ സാരിയുടെ അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള നമുക്ക് വന്ന് നോക്കി സെലക്ട് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ചും കൂടി ഒരു ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടെമ്പിൾ സെറ്റിലൊക്കെ വരുന്ന കുറച്ച് ബാംഗിൾ സെഷനിലേക്ക് വന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ടും ഇവർ പറയുന്നത് മൂവ് ആവുന്നത് ഇപ്പം വെഡ്ഡിങ് റിലേറ്റഡ് ആയിട്ടൊക്കെ ഉള്ളതാണ്. പിന്നെ ഇപ്പോൾ ഓണായതുകൊണ്ട് ഇങ്ങനത്തെ ബാംഗിൾസൊക്കെ ഒരുപാട് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫങ്ഷൻ വിയേഴ്സ് ആയിട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന നല്ല ബാംഗിൾസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം ഒരു 1000 ആ റേഞ്ചൊക്കെ വരുന്ന ബാംഗിൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെ വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ചുകൂടി വില കുറഞ്ഞ ഇത്രയും സിമ്പിളായിട്ടുള്ള 1-2 ബാംഗിൾസൊക്കെ എനിക്ക് കാണിച്ചു തന്നു. ഇതൊക്കെ ഒരു 330, 350 ആ റേഞ്ചിനൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതും എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഇത് കുറച്ചും കൂടി ഫങ്ഷണൽ വിയേഴ്സ് അല്ലെങ്കിൽ പാർട്ടി വിയേഴ്സ് ആയിട്ടുള്ള കുറച്ച് കമ്മലിൻ്റെ ഏരിയയിലേക്കാണ് ഞാൻ വന്നത്. അപ്പോൾ അവിടെ അത്യാവശ്യം അവിടെ ഇരിക്കുന്ന കളക്ഷൻസൊക്കെ തന്നെ നല്ലതായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പുതിയ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറേ കമ്മൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഓണം റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്കിപ്പം സെറ്റ് സാരിയുടെ ഒക്കെ കൂടെ ഇടാൻ പറ്റുന്ന നമ്മൾ ഏത് ഡ്രസ്സാണോ, സെറ്റ് സാരി മാത്രമല്ല ഏത് ഡ്രസ്സാണോ അതിനനുസരിച്ചിട്ടുള്ള കുറേ കമ്മലിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതൊക്കെ എനിക്ക് അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1-2-3 കമ്മലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഈ ഒരു ജിമ്മുക്കൊക്കെ 1725 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ ഇങ്ങനൊരു ജിമുക്ക, ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി ട്രഡീഷണലായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. ഇതും ഏകദേശം ആ ഒരു റേഞ്ചൊക്കെ വരുന്ന 2260 ആ റേഞ്ചൊക്കെ വരുന്ന കമ്മലുകളാണ്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഹെവി ആയിട്ടുള്ള കമ്മലാണ്, നല്ല വെയിറ്റും ഉണ്ട്. ഈ ഒരു കമ്മൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പം സെറ്റ് സാരിയൊക്കെ കൊടുക്കുമ്പോഴായാലും ഈ ഒരു കളറ് ബ്ലൗസൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് ചേരും, നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഈ ഒരു കമ്മലും എനിക്ക് അത്യാവശ്യം നല്ല ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അതും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു കമ്മൽ ഒരു ഡിഫറെൻറ്റ് ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി, ഒരു ഇങ്ങനെ ഒരു ഫ്ലവേഴ്സിൻ്റെ ആ ഒരു വർക്ക് വരുന്നത്. പിന്നെ ഈ ഒരു കമ്മൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 4000 അതിന് എബോവ് വരുന്ന ഒരു കമ്മലാണ്. പിന്നീട് ഈ ഒരു കമ്മലും എനിക്ക് അത്യാവശ്യം നല്ല ഒരു വെറൈറ്റി ആയിട്ട് തോന്നി.
അതിനുള്ളിൽ ഫുള്ള് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മാലയായാലും അല്ലെങ്കിൽ ക്ലിപ്പ്, നമ്മുടെ ഹെയർ ബൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കാണ് കേട്ടോ. അതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പിന്നീട് ഞാൻ വന്നത് ദേ ഇങ്ങനൊരു സിമ്പിളായിട്ടുള്ള ചെയിൻസിൻ്റെ ഏരിയയിലേക്കാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കളക്ഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗോൾഡൊന്നും അധികം യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതൊക്കെ മേടിക്കാം. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ചെയിനാണ്. ഒരു 250 തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇത് കൊലുസാണ്. അപ്പോൾ ഇത് സിൽവർ കോട്ടിങ് വരുന്നതാണ്. അപ്പോൾ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. പെട്ടെന്നൊന്നും ഇതിൻ്റെ സ്റ്റോണൊന്നും പോവത്തൊന്നുമില്ല. പിന്നീട് ഹെയറിൻ്റെ ഒരുപാട് ഡ്രസ്സിങ് ടൈപ്പ് ഐറ്റംസ് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നത് ബ്രൈഡൽ സെഷനിലേക്കാണ്. ദേ കണ്ടില്ലേ, ഈ ഒരു ചോക്കറും ഈ ഒരു കമ്മലൊക്കെ നല്ല ഭംഗിയുണ്ട്. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. ദേ ഈ രണ്ടാമത് കാണിക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ ഒരു 15K ആ ഒരു റേഞ്ചൊക്കെ വരും കേട്ടോ. ഒരു 10Kക്ക് മുകളിലാണ് ഇത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും തന്നെ വരുന്നത്. അപ്പോൾ ഇതുപോലെ ട്രഡീഷണൽ മാത്രമല്ല, നമുക്കിങ്ങനെ റിസപ്ഷനൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ഡയമണ്ട് സെറ്റ് പോലത്തെ സാധനങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഈ ബ്രൈഡൽ സെറ്റ് എല്ലാം തന്നെ എബോവ് 5K ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബ്രൈഡൽ സെറ്റൊക്കെ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ ദേ ഈ കാണുന്ന ഒരു കമ്മലും മാലയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ഇല്ലേ, എല്ലാ കളേഴ്സൊക്കെ വന്നിട്ട് നല്ലൊരു രസമുണ്ടായിരുന്നു. പിന്നീട് ദേ ഇങ്ങനത്തെ ടൈപ്പും ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന മാലയും കമ്മലും സെറ്റും ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ലെയേർഡായിട്ട് വരുന്ന ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ലെയേർഡ് മാല. അപ്പോൾ ഇങ്ങനത്തെ ഉണ്ട്. എല്ലാ ടൈപ്പ് കളക്ഷൻസും ഉണ്ട് കേട്ടോ. ഇത് ഓക്സിഡൈസ്ഡ് കമ്മലിൻ്റെ മാത്രം സെഷൻ ഏരിയയാണ്. അതും അത്യാവശ്യം നല്ല വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ ഉണ്ട്. അങ്ങനെ ഞാനതെല്ലാം ചുറ്റി കണ്ടു. പിന്നീട് എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയത് ദേ ഈ ഒരു മാലയാണ്. ഇതെല്ലാം ഷെല്ല് വെച്ചിട്ട് ഉണ്ടാക്കുന്ന മാലയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു 7K അതിന് മുകളിലാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഓക്സിഡൈസ്ഡിന് തന്നെ ഇത്തരത്തിലുള്ള സെറ്റ്, അതായത് മാലയും കമ്മലും വരുന്ന സെറ്റ് ഉണ്ട്. പിന്നെ നോർമലി ക്യാഷ്വലായിട്ട് നമ്മളിടുന്ന ഒരുപാട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മാലകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ അവിടെ നിന്ന് പോയത് സെക്കൻഡ് ഫ്ലോറിലേക്കാണ്. സെക്കൻഡ് ഫ്ലോർ കംപ്ലീറ്റ്ലി ഹെയറിനും സ്കിന്നിനും വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ സെഷനാണ്. മാത്രമല്ല നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റുന്ന ബോക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഹെയർ കേളറ്, ഹെയർ സ്ട്രെയിറ്റ്നർ തുടങ്ങി ഹെയറിനും സ്കിന്നിനും എന്തൊക്കെ വേണോ അതൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് വൈഡ് റേഞ്ചിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പോൾ വില കൂടിയത് മാത്രമല്ല, ഇപ്പോൾ വില കുറച്ച് കുറഞ്ഞതായാലും, അതായത് നമ്മുടെ അഫോർഡബിൾ റേറ്റിനുള്ള സാധനമുണ്ട്. വില കൂടിയത് മാത്രമാണെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ വന്ന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. പിന്നീട് ഹെയറിൻ്റെ പ്രത്യേകം ഇങ്ങനെയുള്ള ഒരു സെഷൻ തന്നെയുണ്ട്. പിന്നെ നെയിൽ ആർട്ടിൻ്റെ പ്രത്യേകം സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നെയിൽ പോളിഷ്, അങ്ങനെ അതിനൊരു പ്രത്യേക ഏരിയ തന്നെയുണ്ട്. പിന്നെ ഞാൻ ഒരു ഗുവാഷ വാങ്ങിച്ചു. കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ചു. അങ്ങനെ അത്യാവശ്യം എനിക്ക് വേണ്ടുന്ന സാധനം എല്ലാം വാങ്ങിച്ചിട്ട് ഞാൻ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും നല്ലൊരു ചോയ്സാണ് ഇവിടെ വന്ന് പ്രൊഡക്റ്റൊക്കെ വാങ്ങിക്കാം. അങ്ങനെ ഞാൻ ബില്ലെല്ലാം പേ ചെയ്തിട്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. സോ ഈ വഴി പോകുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.